ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ജി കെ പി വിജേഷ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലെ ഒരു കിടുക്കൻ ടെക്നിക്കിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആക്കി അല്ലെങ്കിൽ ബ്ലർ ചെയ്തെടുത്ത ഫോട്ടോസിനെ കുറിച്ച്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് ഒരു ഇമേജ് എടുക്കുന്നതെന്ന്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. അതിനു മുന്നേ ഈ എപ്പിസോഡിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്: ഫോക്കൽ ലെങ്ത്ത്, ഡെപ്ത് ഓഫ് ഫീൽഡ്. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡെപ്ത് ഓഫ് ഫീൽഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് പഠിക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അറ്റത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കണുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത ഇമേജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഫോക്കസ്ഡ് ആയിട്ടുള്ള, ഫുൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ്, ഇതിനൊക്കെ നമുക്ക് പറയുന്ന ഒരു പേരാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പഠിക്കണം. ഒരു ലെൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമറയിൽ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് പഠിക്കണം. നമുക്ക് ആദ്യമായിട്ട് ഫോക്കൽ ലെങ്ത്തിനെ കുറിച്ച് സംസാരിക്കാം. കാരണം ഈ ഫോക്കൽ ലെങ്ത്തും ഡെപ്ത് ഓഫ് ഫീൽഡും തമ്മിൽ ഒരു അടുത്തൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്താണ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് ആൻഡ് ദ ഇമേജ് സെൻസർ വെൻ ഇൻ ഫോക്കസ്. ഒരു ഇമേജ് ഏറ്റവും ഷാർപ്പായിരിക്കുന്ന അവസ്ഥയിൽ ആ ലെൻസിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ക്യാമറയുടെ സെൻസർ വരെയുള്ള ദൂരം, ഇതിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സാധാരണ ഫോക്കൽ ലെങ്ത് രേഖപ്പെടുത്തുന്നത് മില്ലിമീറ്ററിലാണ്. മാർക്കറ്റിൽ പലതരം ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേരിയബിൾ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകളെല്ലാം അവൈലബിൾ ആണ്. പ്രൈം ലെൻസുകളെയും സൂം ലെൻസുകളെയും കുറിച്ച് നമ്മൾ പാർട്സ് ഓഫ് ക്യാമറ എന്നൊരു എപ്പിസോഡിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ വിവിധതരം ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസുകൾ മനസ്സിലാക്കുന്നത്? ഓരോ ലെൻസിനും ആ ലെൻസിൻ്റെ പുറത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇത്ര മില്ലിമീറ്റർ ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസ് ആണ് ഇത് എന്ന്. ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കാം, എങ്ങനെയാണ് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് മാറുന്നത് എന്ന്. ഇത് 24 mm വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതിന് ഷോർട്ട് ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഉണ്ടാകുന്നത്, പക്ഷേ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 24 mm ലെൻസുള്ള ഒരു ക്യാമറയാണ്. ഈ ലെൻസിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും. ഈ ലെൻസിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്രോസ് പൊസിഷനിലാണ് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. ഈ ഷാർപ്പസ്റ്റ് പൊസിഷനിൽ നിന്നും സെൻസറിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഏറ്റവും ഷാർപ്പായിരിക്കുന്ന അവസ്ഥയിൽ ലെൻസിൻ്റെ ഏറ്റവും മുന്നിൽ നിന്നും സെൻസറിലേക്കുള്ള ദൂരം, ഇതാണ് ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. 24 mm ലെൻസ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും. എന്നാൽ 24 mm ലെൻസിന് പകരം ഒരു സൂം ലെൻസ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് വ്യത്യാസപ്പെടുന്നത് കാണാം. അതായത് ആംഗിൾ ഓഫ് വ്യൂ ചെറുതായിരിക്കും, ഫോക്കൽ ലെങ്ത്ത് വലിയതായിരിക്കും. 24 mm ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് 105 mm ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത്. അതായത് 24 mm ലെൻസ് ഉപയോഗിക്കുമ്പോൾ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും, ഷോർട്ട് ഫോക്കൽ ലെങ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഒരു സൂം ലെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആംഗിൾ ഓഫ് വ്യൂ ചെറുതായിരിക്കും, ഫോക്കൽ ലെങ്ത്ത് വലുതായിരിക്കും. ഇവിടെ രണ്ട് ലെൻസുകളുടെയും ഫോക്കൽ ലെങ്ത്തുകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നോക്കാം. 24 mm ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ചെറുതായിരിക്കും, ഷോർട്ട് ഫോക്കൽ ലെങ്ത്ത് ആയിരിക്കുമ്പോൾ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും. അതായത് 24 mm ലെൻസ് ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത് ചെറുതായിരിക്കും, എന്നാൽ ആംഗിൾ ഓഫ് വ്യൂ വലുതായിരിക്കും. എന്നാൽ ഒരു സൂം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് താരതമ്യേന വലുതായിരിക്കും, ആംഗിൾ ഓഫ് വ്യൂ ചെറുതായിരിക്കും. ഇങ്ങനെയാണ് ഒരു ക്യാമറയിലെ അല്ലെങ്കിൽ ഒരു ലെൻസിലെ ഫോക്കൽ ലെങ്ത്തിൽ വ്യത്യാസം വരുത്തുന്നത്. അതായത് ഒരു ഇമേജ് ഏറ്റവും ഷാർപ്പായിരിക്കുന്ന അവസ്ഥയിൽ ആ ലെൻസിൻ്റെ, ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിൻ്റെ ഏറ്റവും മുന്നിൽ ഉള്ള ഭാഗത്ത് നിന്ന് സെൻസറിലേക്കുള്ള ദൂരം, അതാണ് ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫോക്കൽ ലെങ്ത്തും ഡെപ്ത് ഓഫ് ഫീൽഡും ഒരു എപ്പിസോഡിൽ തന്നെ സംസാരിക്കാൻ ഒരു കാരണമുണ്ട്. ഡെപ്ത് ഓഫ് ഫീൽഡും ഫോക്കൽ ലെങ്ത്തും വളരെ അടുത്ത് നിൽക്കുന്ന ചങ്ങാതിമാരാണ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് ഡെപ്ത് ഓഫ് ഫീൽഡ്. എന്താണ് ഡെപ്ത് ഓഫ് ഫീൽഡ്? Depth of field is the distance between closest and farthest object in a photo that appears acceptably sharp. ഒരു ഇമേജിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിൻ്റെ മുന്നിലും പിറകിലുമായിട്ടുള്ള ഒരു സോണിനെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഇമേജുകളാണ് ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. മോർ ഡെപ്ത് ഓഫ് ഫീൽഡും സ്മോൾ ഡെപ്ത് ഓഫ് ഫീൽഡുമുള്ള ഇമേജുകളാണിത്. ഇവിടെ ഒരേ ഫോക്കൽ ലെങ്ത്തുള്ള രണ്ട് ഇമേജുകളാണ് ഉള്ളത്.
പക്ഷേ അതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് രണ്ടും മാറ്റമാണ്. ഒരെണ്ണം ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും മറ്റൊന്ന് ഡീപ്പ് ഫോക്കസും അല്ലെങ്കിൽ മോർ ഡെപ്ത് ഓഫ് ഫീൽഡുമാണ്. ഒരു ക്യാമറയിൽ നമ്മൾ ക്രമീകരിക്കുന്ന അപ്പർച്ചറും ഫോക്കൽ ലെങ്ത്തും ഇതിന് രണ്ടിനും ഡെപ്ത് ഓഫ് ഫീൽഡിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് അപ്പർച്ചറും ഫോക്കൽ ലെങ്ത്തും മാറ്റപ്പെടുന്നത് എന്ന് നമുക്ക് ഒരു ചെറിയൊരു പരീക്ഷണത്തിൽ കൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് F16 ഉപയോഗിച്ച് ഒരു ഇമേജ് എടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് F16ൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് F16 പകരം F22 ആണ്. ഫോക്കൽ ലെങ്ത് 24 mm ആണ്. അതായത് വൈഡ് ആംഗിൾ ആണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത്. F22ൽ എടുത്ത ഇമേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റയർ ഏരിയ ഫോക്കസ്ഡ് ആണ്. എന്നാൽ F നമ്പർ 16ലേക്ക് മാറ്റുമ്പോൾ അല്പം കൂടെ ബാക്ക്ഗ്രൗണ്ട് ഫോക്കസ് ഔട്ട് ആവുന്നതായി കാണാം. അതായത് ഡെപ്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. F16ൽ നിന്ന് F11ലേക്ക് മാറ്റുന്നു. വീണ്ടും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയുന്നതായി കാണാം. F11ൽ നിന്ന് F8ലേക്ക് നമ്മൾ അപ്പർച്ചർ നമ്പർ കുറയ്ക്കുന്നു. വീണ്ടും ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയുന്നു. F8ൽ നിന്ന് F4ലേക്ക് അപ്പർച്ചർ നമ്പർ കുറയ്ക്കുമ്പോൾ ഇമേജിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഇമേജിൻ്റെ ഡെപ്ത് കുറയുന്നു. അതായത് ഒരു ഇമേജ് F22 അപ്പർച്ചറിൽ എടുക്കുമ്പോൾ എൻ്റയർ ഏരിയ ഷാർപ്പായിരിക്കും. എന്നാൽ F നമ്പർ കുറച്ച് F4ൽ എടുക്കുമ്പോൾ ആ ഇമേജിൻ്റെ ഡെപ്ത് കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാം. ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഇമേജ് F22ലും വലതുവശത്ത് കാണുന്ന ഇമേജ് F4ലുമാണ് എടുത്തത്. ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം മാറുന്നതുമില്ല. എന്നാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം മാറാതെ തന്നെ ലെൻസിലെ ഫോക്കൽ ലെങ്ത്ത് 24ൽ നിന്ന് 105ലേക്ക് മാറ്റുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇമേജ് കുറച്ചുകൂടെ ക്ലോസ് ആവുന്നു. F22ൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി അല്ലെങ്കിൽ ഡെപ്ത് കുറഞ്ഞു കിട്ടുന്നു. F16 ആകുമ്പോഴേക്ക് വീണ്ടും ഡെപ്ത് കുറയുന്നു. F11ൽ വീണ്ടും കുറയുന്നു. F8ൽ വീണ്ടും കുറഞ്ഞു വരുന്നു. F4 ആകുമ്പോഴേക്ക് ഫുള്ളി ഒബ്ജക്റ്റ് മാത്രമാണ് ഷാർപ്പായിരിക്കുന്നത്. ഇവിടെ ഇടത് സൈഡിൽ കാണുന്ന ഇമേജ് 24 mm ഫോക്കൽ ലെങ്ത് ഉള്ളതാണ്. വലത് സൈഡിൽ കാണുന്ന ഇമേജ് 105 ഫോക്കൽ ലെങ്ത് ഉള്ളതാണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും അപ്പർച്ചർ വാല്യൂ എന്ന് പറയുന്നത് 22 ആണ്. ഇവിടെ ഫോക്കൽ ലെങ്ത് മാറുമ്പോൾ ഇമേജിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഡെപ്ത് ഓഫ് ഫീൽഡ് മാറുന്നതിന് കാരണമായ മൂന്നാമത്തെ സംഗതിയാണ് ഒബ്ജക്റ്റ് ടു ക്യാമറ ഡിസ്റ്റൻസ്. ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഡെപ്ത് ഓഫ് ഫീൽഡിന് മാറ്റം വരാം. ഇവിടെ ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം കൂടുതലാണ്. ഫോക്കൽ ലെങ്ത് മാറ്റാതെ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് മാറുന്നത് എന്ന് നോക്കാം. ഇവിടെ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരം കുറച്ച് കൂട്ടി. 105 ഫോക്കൽ ലെങ്ത്തിൽ F22 ആണ് ഇവിടെ അപ്പർച്ചർ. F22ൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരിക്കുന്നു അല്ലെങ്കിൽ ഡെപ്ത് കുറഞ്ഞിരിക്കുന്നു. F16ൽ വീണ്ടും കുറയുന്നു. F11, F8. ഇനി നമ്മളത് F4ലേക്ക് മാറ്റുന്നു. ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് തീരെയില്ല. ഇത് നാലുമാണ് F22 മുതൽ F4 വരെ 105 ഫോക്കൽ ലെങ്ത്തിൽ എടുത്ത ഇമേജുകൾ. ഇവിടെ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റുന്നു. ഇടത് സൈഡിൽ കാണുന്നത് ഒബ്ജക്റ്റും ക്യാമറയും തമ്മിൽ 2 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് 105 ഫോക്കൽ ലെങ്ത്തിൽ എടുത്ത ഒരു ഇമേജാണ്. വലത് സൈഡിൽ കാണുന്നത് ഒബ്ജക്റ്റും ക്യാമറയും തമ്മിൽ 10 മീറ്റർ അകലം വെച്ചുകൊണ്ട് 105 ഫോക്കൽ ലെങ്ത്തിൽ എടുത്ത ഇമേജാണ്. ഇവിടെ ക്യാമറയും ഒബ്ജക്റ്റും തമ്മിൽ 2 വ്യത്യസ്ത അകലങ്ങളിലാണ് ഇമേജ് എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒബ്ജക്റ്റും ക്യാമറയും തമ്മിലുള്ള ദൂരം വ്യത്യാസപ്പെടുമ്പോൾ ഡെപ്ത് ഓഫ് ഫീൽഡ് മാറുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഇത് F4ൽ 2 മീറ്റർ അകലെ നിന്ന് മാത്രം എടുത്ത 105 ഫോക്കൽ ലെങ്ത്തിൽ എടുത്ത ഇമേജാണ്. ഇത് 10 മീറ്റർ അകലെ നിന്ന് 105 ഫോക്കൽ ലെങ്ത്തിൽ എടുത്ത ഇമേജാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫോക്കൽ ലെങ്ത്, ഡെപ്ത് ഓഫ് ഫീൽഡ്, ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ്, ഡീപ്പ് ഫോക്കസ് ഇതൊക്കെ നമ്മൾ എന്താണെന്ന് സംസാരിച്ചു. എങ്ങനെയൊക്കെയാണ് ഡെപ്ത് ഓഫ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോക്കൽ ലെങ്ത്തും അപ്പർച്ചറും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ക്യാമറ ഡിസ്റ്റൻസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി സംസാരിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അറ്റത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക.